ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ, യാതൊരു തിരക്കുമില്ലാത്ത ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും നല്ല നാടൻ ഉച്ചയൂണുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ സാവധാനത്തിലാണെന്ന്. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഏകദേശം ഒരു വെളിച്ചമായിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നൂൽപ്പിട്ടും ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ കറിയാണ് കേട്ടോ ഒന്ന് തീരുമാനിച്ചത്. കാരണം തിരക്കൊന്നുമില്ലല്ലോ, അപ്പോൾ ആർക്കും പോകണ്ട, എല്ലാവരും ഇവിടെ ഉണ്ട്. മോനേട്ടന് മാത്രമേ പോകണ്ടൂ. അപ്പോൾ അതൊരു പ്രശ്നമല്ല. രാവിലത്തെ ഭക്ഷണം കഴിച്ച് പോയി പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരികയാണല്ലോ ചെയ്യുക. അപ്പോൾ മിനിക്കുട്ടനുണ്ട്, സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അതൊന്നും ഒരു തിരക്കില്ല. അപ്പോൾ എല്ലാം വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ എന്ത് ചെയ്യാണ്, നൂൽപ്പിട്ട് കുഴച്ച് അത് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വിനിക്കുട്ടൻ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ വിനിക്കുട്ടൻ ഫസ്റ്റ് പോയിട്ടോ. അവൻ പറഞ്ഞു ഞാൻ പോയി ഷീട്ടാക്കുമ്പോഴേക്ക് അച്ഛൻ വന്നാൽ മതി, പിന്നെ കുറച്ച് പുണ്യാഹമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ വിനിക്കുട്ടൻ വേഗം പോയി. അതിൻ്റെ ബാക്കിൽ മോഹനേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ ഉണ്ടായത്. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, നൂൽപുട്ടരൊക്കെ എല്ലാം സേവയിലിട്ട് പിഴിഞ്ഞ്, പുതിയ സേവകനാഴിയാണ് കേട്ടോ വാങ്ങിയത്. സേവ എന്നല്ലേ പറയുക അതിന്, ഞങ്ങൾ അങ്ങനെ പറയാം സേവകനാഴിന്ന്. അപ്പോൾ അതിലൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അത് അടച്ചു വെച്ചു. പിന്നെ കൂട്ടാൻ്റെ കാര്യങ്ങളായി. കൂട്ടാൻ ഉള്ളി ഉരുളക്കിഴങ്ങ് ഞാൻ നുറുക്കിയൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വിസിലടുപ്പിച്ച ശേഷമാണ് കേട്ടോ കുളിക്കാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചിരവണം. അപ്പോൾ തേങ്ങ ചിരവാനുള്ള ഒരുക്കത്തിൽ. അപ്പോൾ അവിടെ ഉള്ള പാത്രങ്ങളുണ്ടായിരുന്നു, ഒരു ഗ്ലാസും പിന്നെ 2 സ്പൂണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്പം തന്നെ കഴുകാം, തിരക്കൊന്നുമില്ലല്ലോ, അങ്ങനെ മതി. അപ്പോൾ അതൊക്കെ അവിടെ കഴുകിയിട്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം. ഞാൻ വളരെ സാവധാനത്തിലാണ് കേട്ടോ. കുറേ ദിവസമായി തിരക്ക് പിടിച്ചിട്ട് ആവുന്നില്ല. എപ്പോഴും തിരക്കായാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങ ചിരവി കേട്ടോ. ഉച്ചത്തേക്കുള്ള കൂട്ടാനും രാവിലത്തേക്കുള്ള കൂട്ടാനും ഒക്കെ ഒരുമിച്ച് തേങ്ങ എന്ത് ചെയ്യാണ്, ചിരവി വെക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചിരവി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതും ചിരവി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ വിൻകുട്ടൻ അമ്പലത്തിൽ പോയിട്ട് എത്താനായിട്ടുണ്ട്. അത് അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട്. പോയപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഇപ്പോൾ ഷർട്ടൊന്നും ഇടാണ്ടാണ് വരുന്നത് കേട്ടോ. അമ്പലത്തിൽ തിരക്കൊന്നുമില്ല. നെയ്വിളക്കൊക്കെ കത്തിച്ചു. പുണ്യാഹ അച്ഛനും വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് കഴിഞ്ഞ് വിൻകുട്ടൻ ചന്ദനം തൊടാണ്ടാട്ടോ വന്നത്. അവന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോഴേക്ക് കറിയായിട്ടോ. ഇനിയിപ്പോൾ മോഹനേട്ടനും കൂടെ വന്നാൽ രണ്ടാൾക്കും കൂടെ എന്ത് ചെയ്യാം, ഭക്ഷണം കൊടുക്കാം. അപ്പം ഞാൻ ആക്കി വെക്കുകയാണേ. അപ്പോൾ വിനിക്കുട്ടനോട് ഞാൻ പറഞ്ഞു കരുവേപ്പില എടുത്തുകൊണ്ട് വാ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരുവേപ്പില കഴുകി എടുത്ത് തന്നപ്പോൾ ഞാൻ കരുവേപ്പില കയ്യിലിട്ടു. കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് അതാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നൂൽപ്പിട്ട് ഒരു സെറ്റായി. രണ്ടാമത്തത് കുറച്ചുണ്ടായിരുന്നു, അത് അതിൽ വെച്ചു കേട്ടോ. ഇനി ഞാൻ ഓട്സ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓട്സ് ദോശയ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കിട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട് കേട്ടോ. ഓട്സ് ദോശയ്ക്ക് ഒരു കളിയാണല്ലോ. അപ്പോൾ ഞാനും 2 ഓട്സ് ദോശ ഉണ്ടാക്കി വെച്ചു. നൂൽപ്പിട്ടുമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആറിയിടാൻ പോയിട്ടോ. അപ്പോൾ തിരുമ്പി മിഷ്യനിലാണ് തിരുമ്പിയത്, കല്ലിലല്ല ഇന്ന് തിരുമ്പിയത്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഒക്കെ തിരക്ക് കൂട്ടി ചെയ്യേണ്ട, കല്ലിലൊക്കെ തിരുമ്പി ഒരുപാടാവില്ല, പതുക്കെ മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മിഷ്യനിൽ തന്നെ ഒക്കെ തിരുമ്പിയിട്ടു, അതൊക്കെ ആറിയിട്ടു. അങ്ങനെ ആറിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഞങ്ങളൊരു 8-9 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10-10:15 വരെ ഞാനും മോനും ഇരുന്നു കേട്ടോ. ഞാൻ TV കണ്ടിരുന്നു കുറേ നേരം. അങ്ങനെയൊന്നും ഇരിക്കാറേ ഇല്ല ഞാൻ, പക്ഷേ ഞാൻ കുറേ നേരം TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പോഴും ചോറിൻ്റെ പണിയൊന്നും തുടങ്ങിയില്ല കേട്ടോ. ഏകദേശം ഒരു 10:30-10:45 ആയിട്ടോ. ഞാൻ വെച്ചാൽ മതി, അങ്ങനെ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ. പക്ഷേ മോഹനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടറിയോ, ഞാൻ TV കാണുന്നതിൻ്റെ ഇടയിൽ ചക്കക്കുരു കൊണ്ട് ഉപ്പേരി വെക്കുന്നതുകൊണ്ട് ചക്കക്കുരു ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മോഹനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചീരയും നുറുക്കി തന്നിട്ടുണ്ടേ. അപ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടില്ല, വന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ചീരയൊക്കെ നുറുക്കിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണേ. പിന്നെ കുക്കർ കഴുകിയിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ചീരേൻ്റെ തണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നാടൻ ചീരയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് തന്നതാണേ. അപ്പം പിന്നെ ചക്കക്കുരു പിന്നെ നമ്മൾ നാടൻ തന്നെയാണല്ലോ. അങ്ങനെ ചീരത്തണ്ടും പരിപ്പും കൂടെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം കുക്കറിലേക്ക് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് രണ്ടും കൂടെ വേവട്ടെ വിചാരിച്ചു. പിന്നെ എന്ത് ചെയ്തു, ചക്കക്കുരുവും അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഒരടുപ്പിൽ ചോറ് വെക്കാനുള്ള അരിക്കുള്ള വെള്ളവും കൂടെ വെച്ചു. അങ്ങനെ 3 അടുപ്പിലും ഓരോരോ കാര്യങ്ങൾ വെച്ചു കേട്ടോ.
അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചക്കക്കുരുവിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉപ്പേരി മെഴുക്ക് വരട്ടി പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അരി കഴുകിയിടാണ് കേട്ടോ. അപ്പോൾ അരി കഴുകിയിട്ട് അടുപ്പത്തേക്കിട്ടാണ്. കുറച്ച് വേവുള്ള അരിയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വാർത്താൽ മതി. എന്തായാലും സമയമുണ്ട്, മോഹനേട്ടൻ വരുമ്പോഴേക്കൊക്കെ അല്ലേ ചോറാവുണ്ടോ എന്ന് കണക്കൂട്ടിയിട്ട് അങ്ങനെ അരി കഴുകി അടുപ്പത്തേക്കിട്ടാണ് കേട്ടോ. അതും അടുപ്പത്തേക്കിട്ടു. അപ്പോഴേക്കും നമ്മളെ കുക്കർ എന്താണ് പരിപ്പും ഇതൊക്കെ വിസിലൊക്കെ വെച്ചാൽ വെന്തു. ഞാൻ ഓഫാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഉപ്പേരി ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞ് അതും റെഡിയായി വരുന്നുണ്ട്. പിന്നെ എന്താ, വിനിക്കുട്ടൻ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചുറ്റി കളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ ഉപ്പേരി വെന്തു കേട്ടോ. വേവുന്നുണ്ട്. ചക്കക്കുരു ഞാൻ വിചാരിച്ചു കുറച്ച് വേവ് കുറയുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ചക്കക്കുരു അടുപ്പത്തുനിന്ന് അങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയാണ്. അപ്പം പിന്നെ എന്താ, നമ്മൾ വിസിലെല്ലാം പോയല്ലോ വെച്ചാൽ ആവിയൊക്കെ പോയി. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ചീര ഇട്ടു കേട്ടോ. ചീര ഇട്ട് നമ്മുടെ ഉപ്പേരി റെഡിയായി. അതിന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി മെഴുക്ക് വരട്ടിയാക്കി ഉപ്പേരി റെഡിയായി. പിന്നെ എന്ത് ചെയ്തു, ആ ചീര ഇട്ട് ആ ചീരയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മളെന്താ പറയുക മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചീര എന്തായി കറി അവിടെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായി, ചോറപ്പുറത്തായി, കൂട്ടാൻ ഏകദേശമായി. പിന്നീട് തേങ്ങ അരച്ച് കലക്കുക വേണ്ടു കൂട്ടാൻ കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, മെഴുക്ക് പിറ്റി വെളിച്ചെണ്ണയൊക്കെ ആക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ വിനുക്കുട്ടനുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അവൻ ഓരോ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടേ. അപ്പം അവൻ എടുത്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം മിണ്ടാടുക്കുന്നത്. അപ്പോഴേക്കും എന്തായി, നമ്മുടെ കൂട്ടാൻ ഉപ്പ് ഇത്തിരി കുറവാട്ടോ. ഞാൻ ഇത്തിരി തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞു. ജീരകവും പച്ചമുളകും ജീരകവും തേങ്ങയും മാത്രമാണ് കേട്ടോ അരച്ചത്. അപ്പോൾ അതായി. പിന്നെ അതിന് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഉള്ളി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, നാടൻ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇപ്പോഴാണ് ഞങ്ങൾ ഈ ഉള്ളിയൊക്കെ വറുത്തിടുന്നത് കേട്ടോ. പണ്ടൊന്നും ഞങ്ങൾ ഉള്ളി അങ്ങനെയൊന്നും വറുത്തിടുകയൊന്നുമില്ല കേട്ടോ കൂട്ടാനൊന്നും. അപ്പോൾ അത് കടുകും മുളകും വെളിച്ചെണ്ണയും കൂടെ ആക്കിയിട്ട് അത് വറുത്തിട്ട് കൂട്ടാനവിടെ റെഡിയാക്കി അതും അടച്ചവിടെ വെച്ചു. പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മുടെ ഉപ്പേരീൻ്റെ പാത്രം അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് പാത്രമൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഞാനിത് സാലഡിന് വേണ്ടിയിട്ട് നുറുക്കി വെക്കട്ടെ. സാലഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, കക്കിരിക്ക ഉള്ളിയും കൂടെ മാത്രം ഒന്ന് അരിഞ്ഞു വെക്കുകയാണ്. പിന്നെ എന്താണ്, ഉള്ളിയും തക്കാളിൻ്റെ പനീർ ഉണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അപ്പോൾ പനീർ ഒന്നുമില്ലല്ലോ പ്രോട്ടീന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പനീർ കൊണ്ട് ചെറുത് എന്തെങ്കിലും എനിക്കറിയുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കക്കിരിക്ക കഴിക്കുക കേട്ടോ. കക്കിരി കഴിക്കുമ്പോൾ വിൻകുട്ടൻ ഇടയ്ക്ക് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കക്കിരിക്ക സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ അവിടുന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ഇങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങൾ ഇതന്നെയാണ് പരിപാടി. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക കണ്ടോ. കക്കിരിക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ട് കിട്ടും. ആദ്യമൊന്നും കക്കിരിക്കൊന്നും അവൻ കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഈ കക്കിരിക്കൊക്കെ അവൻ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ പനീർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഒരു എന്താ പറയുക ഒന്ന് ആക്കിയെടുത്ത് ഒന്ന് ഇതാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടോ. പറയാൻ കിട്ടുന്നില്ല എന്താ പറയേണ്ടതെന്ന്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ അതിലേക്ക് ഗരം മസാല ഞാൻ എനിക്കറിയുന്ന പോലെ രീതിയിൽ ചെറുതായിട്ട് വെക്കാം കേട്ടോ. എന്തായാലും ആ പനീർ നമ്മൾ ശരീരത്തിൽ എത്തിക്കുക, പ്രോട്ടീൻ നല്ലോണം അടങ്ങിയ സാധനമാണല്ലോ, അതുകൊണ്ട് അത് എത്തിക്കുക എന്നുള്ളതില്ല. പിന്നെ വിനുക്കുട്ടൻ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തത് നമ്മുടെ മഹാഭാരതത്തിലെ കഥയൊക്കെ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. വലിയ ആളെ പോലെ വായിക്കാൻ പറഞ്ഞു വിട്ട ആളാണ്. കുറച്ച് നേരമൊക്കെ വായിച്ച് വന്ന് മലയാളത്തിലുള്ള കഥകളൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ അവനവിടുന്ന് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴേക്കും അതിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വാട്ടി അങ്ങനെ എടുത്ത് വരികയാണ് കേട്ടോ. അത്രേ അറിയുള്ളൂ എനിക്ക്. വേറെ രീതിയിലൊന്നും ഈ പനീറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ അതിലേക്ക് ഇടാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ വിനുവിനോടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. 5 മക്കളാണ്, മഹാഭാരതത്തിൽ കഥയാണല്ലോ അവൻ പറയുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവനോടും പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് പറയാം. അതിനിടയിൽ നല്ല ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് നല്ലോണം കേൾക്കുകയും ചെയ്യും. ഞാൻ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ വിനുക്കുട്ടൻ്റെ അടുത്ത് നിന്ന് നല്ല വഴക്കും കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം കൂടായി അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായി, അകത്തെ പണികളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനൊരു പനീർ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പാത്രം ഒഴിച്ച് മാറ്റി വെച്ചു കേട്ടോ. എല്ലാം ഒഴിച്ച് വെച്ച് മാറ്റി വെച്ച് കഴുകി വെച്ചാൽ പിന്നെ വലിയൊരു പണിയില്ലല്ലോ.
അപ്പോൾ അതും മാറ്റി വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് പിന്നെ പപ്പടം കാച്ചലായി. അപ്പോൾ പപ്പടം കാച്ചലായി അടുത്ത പപ്പടം. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, കയ്പ്പൊക്കെ കൊണ്ടാട്ടോ. അത് തീരെ എടുക്കാനിട്ട് അതിൽ മൊത്തം കുത്തൻ എന്ന് പറഞ്ഞ സ്ഥലം ചെറിയ പ്രാണി വന്നു. പിന്നെ അതെടുത്തില്ല കേട്ടോ, അത് കളഞ്ഞു. പിന്നെ അപ്പോഴേക്കും നമ്മൾ അരി വെന്തു, അരി വാർത്ത് വെച്ചു. അതിനുശേഷം അതുവരെയുള്ള പാത്രങ്ങളില്ലേ, നമ്മൾ പാത്രമൊക്കെ ഒഴിച്ച് വെച്ചല്ലോ, അപ്പോൾ അതുവരെയുള്ള പാത്രങ്ങളും അവിടെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഫ്രീ ആയില്ലേ, അത്രയും പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഊണ് കഴിക്കല്ലേ വേണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് അടിച്ചു വാരി തുടയ്ക്കാൻ വന്നത്. അപ്പോൾ ഒക്കെ നീക്കി വെച്ചിട്ട് അടിച്ചു കേട്ടോ, എല്ലാ ഭാഗങ്ങളും അടിച്ച്. പിന്നെ സോഫയും അതും കട്ടിലും ഒക്കെ നീക്കി വെച്ച് അടിച്ചു കേട്ടോ. ഞാൻ ഈ ഹാളിൽ അടിച്ചു വരുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വിൻകുട്ടൻ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കച്ചറ കളിക്കുമ്പോൾ അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ചീത്ത പറയും. അവനോട് ഞാൻ അവരുടെ തലയണയറൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് തിരുമ്പിയിടാന്ന്. അപ്പോൾ അവനതൊന്നും കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ മാളാണ് കണ്ടോ. ഇടയ്ക്കൊക്കെ നല്ല വൃത്തിയിൽ വിരിച്ചു വെച്ചാൽ എല്ലാ പണിയും കുട്ടിക്ക് അറിയാം. പക്ഷേ ഇടയ്ക്ക് ഒരു മടി വരും കേട്ടോ. അപ്പോൾ അവനെ നല്ലോണം ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക, അവൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്തു. അപ്പോൾ അത് നിങ്ങളെന്ന് കാണിച്ചാൽ ഇത്രയും വൃത്തിയിലൊക്കെ ഒരു കുട്ടി നല്ല വൃത്തിയായിട്ട് കിടക്കിയൊക്കെ പിന്നെ വൃത്തിയാക്കിയിട്ട് കണ്ടോ, ചെയ്തത് കണ്ടോ. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും തുടച്ചു കേട്ടോ. അതേപോലെ എല്ലാം നീക്കി വെച്ചാൽ ആ വിൻകുട്ടൻ അവിടെ ഇരുന്നിട്ട് സോഫ അവൻ്റെ രീതിയിലിട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഇനി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മൂലയിൽ പോയി ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മോഹനേട്ടൻ വന്നപ്പോൾ ടി വി വെച്ചു കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ വെച്ചു. അപ്പോഴേക്കും എൻ്റെ തുടയ്ക്കലും എല്ലാതും ക്ലീൻ ആക്കിയിട്ട് എല്ലാകത്തെ വിരിയൊക്കെ മാറ്റി. പിന്നെ എല്ലാം കട്ടിലും അതും ഇതൊക്കെ നീക്കി വെച്ചൊക്കെ അടിച്ചൊക്കെ വാരി ഒക്കെ ക്ലീൻ ആയി. നല്ല പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അടിച്ചു വാരി തുടച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഊണ് കഴിക്കാനുള്ള സെറ്റപ്പായി. അത് ഒരു പ്ലേറ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ട്, പിന്നെ ചീര കൂട്ടാനുണ്ട്. എന്നുവെച്ച് നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഒക്കെ. ചീര കൂട്ടാനുണ്ട്, പിന്നെ നമ്മുടെ പപ്പടമുണ്ട്, മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ പനീറിൻ്റെ ഒരു മസാല ഉണ്ട്, മോരുണ്ട്, സാലഡ് ഉണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അപ്പോൾ വളരെ ഒരു നാടൻ ഉച്ചഭക്ഷണവും തിരക്കില്ലാത്തൊരു ശനിയാഴ്ച. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.